നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഈ ചാനൽ ചർച്ചകളൊക്കെ ഡിബേറ്റൊക്കെ കാണുമ്പോൾ അതിൻ്റെ ആങ്കർമാർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് നമുക്ക് പല ചർച്ചകളിലൂടെയും അവരുടെ പഴയകാല ചരിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ നടന്ന സ്മൃതി പരുത്തിക്കാടുമായിട്ടുള്ളൊരു ചർച്ചയിൽ വീണ വിജയൻ്റെയും പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെയുള്ള കരിമണൽ കർത്തായുമായിട്ടുള്ള എക്സാലോജിക്കുമായിട്ടും ഒക്കെയുള്ള സംഭവമൊക്കെ തന്നെയാണ് ചർച്ചയിൽ വന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കാരണവശാലും പാർട്ടി അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യം ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം എന്നാണ് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് റിയാസോ അവരൊക്കെ തന്നെ പറയേണ്ടത്. ഇതിനകത്ത് പാർട്ടി ഇടപെടുത്തേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നമാണത്, ഞങ്ങളാണ് പരിഹരിക്കേണ്ടത്. അതിനകത്ത് പാർട്ടിക്കാരോ അല്ലെങ്കിൽ അണികളോ അതിനകത്ത് ഭാഗവാക്കാക്കേണ്ട കാര്യമില്ല എന്നാണ് മാന്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ആരും പാർട്ടി ഫണ്ടിലേക്ക് മേടിച്ച തുകയോ ഒന്നുമല്ല, അവർ വ്യക്തിപരമായി നടത്തിയ ട്രാൻസാക്ഷൻസ് ആണ്. ആ വ്യക്തിപരമായ ട്രാൻസാക്ഷൻ്റെ ഉത്തരവാദിത്വം അവർ തന്നെയാണ് ഏറ്റെടുക്കണം. അല്ലാതെ അതിനകത്ത് പാർട്ടി മെമ്പർമാരോ അല്ലെങ്കിൽ വെറുതെ പോയി അന്ന് അടിമേടിച്ചവരൊക്കെ വെറുതെ പോയി അടിമേടിച്ചാണ്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. അത് കേട്ടതിന് ഇഞ്ചപ്പൊട്ടെ ചാടിയെന്ന് പറഞ്ഞ പോലെ വെറുതെ പോയി ചാടിക്കൊടുത്തതാണ് അവരൊക്കെ. അല്ലാതെ അതിലൊരു കാര്യവുമില്ലെന്ന് അന്ന് തന്നെ മനസ്സിലായതാണ്. പിന്നീട് അവരെ ഈ പറഞ്ഞ പോലെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നുള്ള സത്യാവസ്ഥയും വസ്തുതയും നമ്മൾ കണ്ടതുമാണ്. അപ്പം ഇന്നലെ അഡ്വക്കേറ്റ് അരുൺകുമാറാണ് ഈ ചർച്ചയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് CPM-ൻ്റെ ആളായിട്ട് വന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരിക്കലും ക്ഷുഭിതനായി ഞാൻ കണ്ടിട്ടുള്ള ആളല്ല, അങ്ങനെ ക്ഷുഭിതനാവുന്ന ഒരാളൊന്നും അല്ല. പക്ഷേങ്കിൽ ഇന്നലെ നടന്ന സംഭവമാണ് ഇത് നിങ്ങൾ ഈ കാണുന്നത്. കുറെ പേരുണ്ടല്ലോ തെളിവല്ലാന്നോ അല്ല. ഒന്ന് കേൾക്കൂ മിസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത? ഇതെന്താ ഇത് റേഡിയോ ആണോ? താങ്കൾ പറയുമ്പോ മറുപടി പറയുമ്പോ തന്നെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കാൻ വരുന്നത്? ഒന്ന് കേൾക്കൂ. ഇവിടെ കൃത്യമായിട്ട് ഒരു ഡയറി കിട്ടി, താങ്കൾ ചോദിച്ചല്ലോ. ആ ഡയറിക്ക് എന്താ ആ ഡയറിയെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്താണ് സംസാരിച്ചത്? ഇപ്പൊ എന്ത് വാക്ക് ഉപയോഗിച്ചത്? എന്താണ് പറഞ്ഞത് അരുൺകുമാർ? എന്താണ് ഉപയോഗിച്ച വാക്ക്? സത്യത്തിൽ ഇങ്ങനെ ക്ഷുഭിതനായിട്ട് ഇദ്ദേഹത്തെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്ന അവർക്ക് പോലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ അവർക്ക് ഒന്നുമില്ല, പറയാൻ അവർക്ക് വാക്കുകളില്ലാതെ വിഷമിച്ച് വന്ന് നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കിതിനകത്ത് തോന്നിയത്. കാരണം അരുൺകുമാറൊക്കെ വളരെ എന്ത് പറഞ്ഞാലും പുള്ളി വളരെ പക്വതയോടുകൂടി അന്ന് ഈ പറഞ്ഞ എക്സാലോജിക്ക് എന്താ കൊടുത്തതെന്ന് ചോദിച്ചാൽ ടാലിയല്ലല്ലോ എക്സലും വേർഡും ഒക്കെയാണ് കൊടുത്തത്. ഇത്രയും കാശിൽ കോടിക്കണക്കിന് രൂപയ്ക്കെന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ്. പക്ഷേ എന്നാൽ പോലും പുള്ളി വളരെ സംയമനം പാലിച്ച് കാമാൻ കൊയറ്റായിട്ടാണ് എപ്പോഴും ഈ ചർച്ചകളിൽ പങ്കെടുക്കുക, എത്ര പ്രകോപനം ഉണ്ടായാലും. പക്ഷേ ഇന്നലെ പുള്ളിക്ക് ആ പ്രകോപനമൊക്കെ, കാരണം പുള്ളി ഒരാവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇടപെടുന്നതെന്ന് പുള്ളിക്ക് തന്നെ വന്നിരുന്നപ്പോൾ തന്നെ പുള്ളിക്ക് ബോധ്യമായ പോലെയാണ് നമുക്ക് ആ ചർച്ച കാണുമ്പം കാണാൻ സാധിച്ചത്. പുള്ളി ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. പുള്ളിക്ക് മുൻപോട്ട് പോകാൻ, പിന്നെ പ്രായമുള്ളൊരു ഇടത് സഹയാത്രികനാണ് പിന്നെ ആ ചർച്ച മുമ്പോട്ട് നയിച്ചത്. അദ്ദേഹം വളരെയധികം പാടുപെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യം, ഇങ്ങനെ ഒരു സംഭവം ഇവരുണ്ടാക്കാൻ പാടില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് തീർത്തെങ്കിൽ മാത്രമേ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ പെട്ടുപോകും എന്നല്ലാതെ എങ്ങുമില്ലാതെ ഇതേപോലെ തന്നെ ശൂന്യതയിൽ നിൽക്കേണ്ടി വരും ഇനിയുള്ള കാലവും എന്നുള്ള കാര്യം മറക്കാതിരുന്നത് നന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.